അന്താരാഷ്ട്ര ഫുട്ബോളിൽ സുനിൽ ഛേത്രിക്ക് ഇന്ന് വിടവാങ്ങൽ മത്സരം. കുവൈറ്റിനെതിരായ അവസാന മത്സരം കളിച്ചാണ് ഇന്ത്യൻ ഇതിഹാസത്തിന്റെ പടിയിറക്കം. നിർണായക ലോകകപ്പ് യോഗ്യതാ മത്സരം കൊൽക്കത്തയിലാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ KS ചേരുകയാണ്. ഹരികൃഷ്ണൻ, അദ്ദേഹം ബൂട്ടഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകരുടെ മനസ്സിൽ വളരെയധികം വിങ്ങലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇന്ന് വളരെ ആവേശകരമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ആരാധകർ ഏറെ തന്നെ വിഷമത്തിലാണ്. കാരണം അവരുടെ സൂപ്പർ ക്യാപ്റ്റനായ സുനിൽ ഛേത്രി ഇന്നത്തെ മത്സരത്തോടുകൂടി ബൂട്ടഴിക്കുകയാണ്. കൊൽക്കത്തയിൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ 11 മിനിറ്റോളം മത്സരം കഴിഞ്ഞിട്ടുണ്ട്. എന്തുവെന്ന് പറഞ്ഞാലും സുനിൽ ഛേത്രിയുടെ പ്രകടനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യൻ ഫുട്ബോളിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെയാണ്. ഏകദേശം 150ഓളം മത്സരങ്ങൾ കളിച്ച സുനിൽ ഛേത്രി 94 ഗോളുകളുമായി നിലവിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ 4ാം സ്ഥാനത്താണ് ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും കീഴിൽ 3ാം സ്ഥാനത്ത് സുനിൽ ഛേത്രി നിലനിൽക്കുന്നു. ഏകദേശം 94 ഗോളുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 12ാം വയസ്സിൽ തന്നെ പഠിത്തം നിർത്തി ഫുട്ബോളാണ് ജീവിതമെന്ന ഇതിലേക്ക് മാറി ഫുട്ബോളിനെ തൻ്റെ ജീവിതത്തിന് തുല്യം പ്രണയിച്ച് അദ്ദേഹം ഫുട്ബോളിൽ തന്നെ ഇത്രയേറെ റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലും കൂടെ ഗോൾ നേടി ബൂട്ടഴിക്കുക എന്ന ഒരു ഇതുകൂടിയായിരിക്കും സുനിൽ ഛേത്രിയെ സംബന്ധിച്ചിടത്തോളം. സുനിൽ ഛേത്രിയുടെ ഇന്നത്തെ മത്സരം അത് ഇന്ത്യൻ ആരാധകർക്ക് വളരെ ഒരു നിർണായക നിമിഷം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ന്യൂഡൽഹിയിലെ സിറ്റി FC-യുമായി കളിച്ചതിനു ശേഷം ദേശീയ ഫുട്ബോളിൽ ലീഗിലെ മോഹൻ ബഗാനുമായി ഛേത്രി തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ യാത്ര ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ, ആ ജൈത്ര യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ആരാധകരെ നിരാശരാക്കാതെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു ഛേത്രി എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ പോലും ഇനി ഇതിനെ ആര് നയിക്കുമെന്നുള്ളൊരു ചോദ്യവും കൂടി വളരെ പ്രസക്തമല്ലേ? തീർച്ചയായും അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഇനി ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന വലിയൊരു ചോദ്യം തന്നെ നമ്മളെ മുന്നിൽ നിലനിൽക്കുകയാണ്. കാരണം സുനിൽ ഛേത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം ഇന്ത്യ ഇതുവരെ ഫുട്ബോളിൽ യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടെ ആ പോരാട്ടം അത് സുനിൽ ഛേത്രി എന്നും നടത്തിക്കൊണ്ടിരുന്നു. മാറി മാറി വരുന്ന കോച്ചുമാരുടെ കീഴിലും ക്യാപ്റ്റൻ എന്ന പട്ടം അത് സുനിൽ ഛേത്രിയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കോച്ചുമാർക്ക് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഇനി വരുന്ന ക്യാപ്റ്റൻ ആരാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും സുനിൽ ഛേത്രിയുടെ പ്രകടനം ഇന്ത്യക്ക് വലിയ തോതിൽ തന്നെ ഫുട്ബോളിൽ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ KS ആണ് വിവരങ്ങൾ നൽകിയത്.